ഈ മത്സ്യത്തൊഴിലാളി മേഖലയെ അമ്പാടെ പരാജയപ്പെടുത്തിയ ഒരു സർക്കാരാണ് ഈ കടന്നു പോകുന്നത്. മത്സ്യത്തൊഴിലാളികൾ മക്കൾക്ക് നൽകേണ്ട സ്കോളർഷിപ്പ് സമയബന്ധിതമായി കിടക്കാതെ ഇപ്പം ഈ കഴിഞ്ഞ വർഷത്തിൽ നൽകിയ വിവരാവകാശ പ്രകാരം പറയുന്നത് 3 വർഷത്തെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുടെ സ്കോളർഷിപ്പ് പെൻഡിങ്ങിലാണ്. താനൊരു ഘട്ടത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇതിന് നെയ്ത്ത് കേന്ദ്രം ഇവിടെ ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായം. ഞാൻ നെയ്ത്തൊന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാനുള്ള തീരുമാനമൊന്നും വന്നിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ആശ്വാസകരമാണ് അതിൻ്റെ ഇപ്പോ രാവിലെ നമ്മൾ കണ്ടില്ലേ, നമ്മളെ തൊട്ടടുത്തൊരു ഹാർബർ ഉണ്ട്. നിലവിൽ ആ ഹാർബറിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൊന്നാനി പോയിട്ട് ഇത്രയും ദൂരം. അതൊരു ചെലവ് കൂടുതലാണ്, ഡീസൽ ചെലവ്. അതായത് നമ്മളെ താനൂര് ഹാർബറിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണോ നമ്മൾ പൊന്നാനിക്ക് ബസ്? നമുക്ക് അവിടെ ഒരു പണി തീരാത്തതുകൊണ്ട് 5 വല പണിയെടുക്കാനോ അല്ലെങ്കിൽ വല പണി എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ അത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒന്നും അവിടെ ഇല്ല. നമ്മളൊരു വണ്ടി ഒന്ന് അടുപ്പിച്ചിട്ടായിരിക്കണം ആ വണ്ടിയിൽ വല കയറ്റാൻ.